ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യമാണെന്ന് ഇന്ത്യ. ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ വിശ്വാസക്കുറവ് നികത്തണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടക്കുന്ന ഫയൽ അദാലത്തിനാവശ്യമായ വകുപ്പ് തല ക്രമീകരണങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. ഇടുക്കി, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മുല്ലപ്പെരിയാർ ഡാമിലടക്കം ജലനിരപ്പ് ഉയരുന്നു. മലയോര മേഖലയിൽ കർശന ജാഗ്രത. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം തിരുവനന്തപുരം ദൂരദർശൻ പ്രഥമ ഡയറക്ടർ കെ കുഞ്ഞികൃഷ്ണന്. സംസ്ഥാനത്ത് ആത്മഹത്യാ പ്രവണത കൂടുതൽ പുരുഷന്മാരിലെന്ന് സാമ്പത്തിക സ്ഥിതി വിവര വകുപ്പിന്റെ പഠന റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യമാണെന്ന് ഇന്ത്യ. 2020 അതിർത്തി സംഘർഷങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ വിശ്വാസക്കുറവ് നികത്തണമെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. ചൈനയിൽ നടന്ന ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും രാജ്യരക്ഷാമന്ത്രി വിശദീകരിച്ചു. റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലോസോവുമായും ശ്രീ രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സംഭരണമടക്കമുള്ള വിഷയങ്ങളും ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. നിലമ്പൂർ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ആര്യാടൻ ഷൌക്കത്ത് നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ സ്പീക്കർ AN ഷംസീർ മുമ്പാകെയായിരുന്നു സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ആര്യാടൻ ഷൌക്കത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ ഷൌക്കത്ത് 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പിതാവ് ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള നിയമസഭാ സാമാജികനായി മാറാൻ എല്ലാ പരിശ്രമവും നടത്തുമെന്ന് ശ്രീ ആര്യാടൻ ഷൌക്കത്ത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പറഞ്ഞു. സംസ്ഥാനത്ത് ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടക്കുന്ന ഫയൽ അദാലത്തിനാവശ്യമായ വകുപ്പ് തല ക്രമീകരണങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സെക്രട്ടറിമാരുടെ പ്രതിമാസ യോഗത്തിൽ ചീഫ് സെക്രട്ടറി അദാലത്തിന്റെ പുരോഗതി വിലയിരുത്തണം. അദാലത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കെട്ടിക്കിടക്കുന്നതും തീർപ്പാക്കേണ്ടതുമായ എല്ലാ ഫയലുകളിലും വേഗം തീരുമാനമെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. ഇടുക്കി, വയനാട് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. എന്നാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. മണിമല, പമ്പ, അച്ചൻകോവിൽ, തൊടുപുഴ, കീച്ചേരി ഉൾപ്പെടെ വിവിധ നദികളിലെ ജലനിരപ്പും വർദ്ധിച്ച നിലയിലാണ്. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. നാളെയും മറ്റന്നാളും കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കിയിൽ രാവിലെ മാറി നിന്ന മഴ ഉച്ചയ്ക്ക് ശേഷം ശക്തി പ്രാപിച്ചു. വൃഷ്ടി പ്രദേശങ്ങളിൽ നീരൊഴുക്ക് ശക്തമായി തുടരുന്നതിനാൽ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പ്രധാന ഡാമുകളായ ഇടുക്കിയിൽ 2360 അടിയും മുല്ലപ്പെരിയാറിൽ 135 അടിയുമാണ് ജലനിരപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കിയിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മൂന്നാർ ഗ്യാപ്പ് റോഡിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയതിനൊപ്പം പകൽ സമയം പാതയോരത്ത് വാഹനങ്ങളുടെ പാർക്കിംഗും നിരോധിച്ചു. ജില്ലയിലെ മിക്ക നദികളിലും ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ 55%-ത്തിലെത്തി. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടി പിന്നിട്ടാൽ നാളെ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്കൊഴുക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മഴയ്ക്ക് ഇന്ന് രാവിലെ മുതൽ നേരിയ ശമനം. ബാണാസുരസാഗർ ഡാമിന്റെ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി ജലം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരി കല്ലൂർ പുഴ കരകവിഞ്ഞതോടെ നൂൽപ്പുഴ പുഴങ്കുനി ഉന്നതിയിലെ 5 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി.
പനമരത്തും ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. മാനന്തവാടി താലൂക്കിൽ 24 കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളത്. തൃശൂർ ജില്ലയിലെ ചിമ്മിനി ഡാം തുറന്നു. ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നുവിട്ട് തുടങ്ങിയ സാഹചര്യത്തിൽ കുറുമാലിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പാലക്കാട് തച്ചനാട്ടുകരയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസിനോടും ജില്ലാ ശിശു സംരക്ഷണ വിഭാഗത്തോടും സ്കൂൾ അധികൃതരോടും വിശദമായ റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥിയുടെ വീടും സ്കൂളും കമ്മീഷൻ സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയുണ്ടാകുമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ KV മനോജ് കുമാർ പറഞ്ഞു. ചെല്ലാനത്തെ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഇലക്ട്രിക് ഓട്ടോ ഫിഷ് വെൻഡിംഗ് കിയോസ്ക് വിതരണം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ നിർവഹിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെയുള്ള സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണിത്. ചെല്ലാനം മത്സ്യഗ്രാമത്തിൽ 570 ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേര യുവഭാരത് സംഘടിപ്പിക്കുന്ന മൻ കി ബാത് ടാലന്റ് ഹണ്ട് സീസൺ 5 മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗരീറ്റ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തിരുവനന്തപുരം നീറമൻകര മന്നം മെമ്മോറിയൽ സ്കൂളിലാണ് പരിപാടി. മലയാള ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ 2023 പുരസ്കാരം തിരുവനന്തപുരം ദൂരദർശൻ പ്രഥമ ഡയറക്ടർ K. കുഞ്ഞികൃഷ്ണന്. മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. മലയാള ടെലിവിഷൻ സംരക്ഷണത്തിന് അടിത്തറ പാകിയ വ്യക്തിയാണ് K. കുഞ്ഞികൃഷ്ണൻ എന്ന് അവാർഡ് ജൂറി അഭിപ്രായപ്പെട്ടു. 1985 ജനുവരി 1 മലയാള മണ്ണിൽ നിന്ന് ആരംഭിച്ച ടെലിവിഷൻ സംരക്ഷണത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം 3 പതിറ്റാണ്ടോളമാണ് ടെലിവിഷൻ എന്ന മാധ്യമത്തിന്റെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ചത്. സംസ്ഥാനത്ത് ആത്മഹത്യാ പ്രവണത കൂടുതൽ പുരുഷന്മാരിലെന്ന് സാമ്പത്തിക സ്ഥിതി വിവര വകുപ്പിന്റെ പഠന റിപ്പോർട്ട്. ആത്മഹത്യ ചെയ്യുന്നവരിൽ 79% പേരും പുരുഷന്മാരാണെന്നാണ് 2020 മുതൽ 2023 വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് ആത്മഹത്യകൾ കൂടുതൽ. പുരുഷന്മാരിൽ 45-നും 60-നും ഇടയിൽ പ്രായമുള്ളവരും സ്ത്രീകളിൽ 60-ന് മേൽ പ്രായമുള്ളവരുമാണ് കൂടുതലായും ആത്മഹത്യ ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സംസ്ഥാനത്തെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ, പാലക്കാട് ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ 350 അംഗങ്ങൾക്ക് ഇലക്ട്രിക് സൈക്കിളുകൾ നൽകും. കുടുംബശ്രീ അംഗങ്ങളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും സംരംഭകത്വം വികസിപ്പിക്കുന്നതിനും യാത്രാ ചെലവ് കുറയ്ക്കുന്നതിനും വരുമാന വർധനവിനുമായാണ് ഈ സൈക്കിളുകൾ നൽകുന്നത്. ജൂലൈ 1 മന്ത്രി MP രാജേഷ് കണ്ണൂരിൽ നടക്കുന്ന ചടങ്ങിൽ ഈ സൈക്കിൾ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള ഹിന്ദി പ്രചാര സഭയുടെ ബിരുദാനന്തര പഠന കേന്ദ്രത്തിൽ ഹിന്ദി ബിരുദാനന്തര കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ജേർണലിസം എന്നിവയിലേക്ക് പ്രവേശനം ആരംഭിച്ചു. അടുത്ത മാസം 2 മുതൽ ക്ലാസുകൾ ആരംഭിക്കും. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 29 രാവിലെ 11 ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 123ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. മലയാള പരിഭാഷയും തുടർന്ന് കേൾക്കാം. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസസ് 303 പോയിന്റ് ഉയർന്ന് 84,059-ലും നിഫ്റ്റി 89 പോയിന്റ് ഉയർന്ന് 25,638-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ കുറവ്. പവന് 680 രൂപ കുറഞ്ഞ് 71,880 രൂപയും ഗ്രാമിന് 8,985 രൂപയുമാണ് ഇന്ന് വില. സെപ്റ്റേജ് മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ സംവിധാനങ്ങളില്ലാത്തതാണ് സംസ്ഥാനത്ത് ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള ഒരു പ്രധാന കാരണമെന്ന് മന്ത്രി MP രാജേഷ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യമാണെന്ന് ഇന്ത്യ. ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ വിശ്വാസക്കുറവ് നികത്തണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടക്കുന്ന ഫയൽ അദാലത്തിനാവശ്യമായ വകുപ്പ് തല ക്രമീകരണങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. ഇടുക്കി, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മുല്ലപ്പെരിയാർ ഡാമിലടക്കം ജലനിരപ്പ് ഉയരുന്നു. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം തിരുവനന്തപുരം ദൂരദർശൻ പ്രഥമ ഡയറക്ടർ K. കുഞ്ഞികൃഷ്ണന്.
സംസ്ഥാനത്ത് ആത്മഹത്യാ പ്രവണത കൂടുതൽ പുരുഷന്മാരിലെന്ന് സാമ്പത്തിക സ്ഥിതി വിവര വകുപ്പിന്റെ പഠന റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.